മഹർഷിയുടെ ശാപം നിമിത്തം ഹരീതകീ വൃക്ഷതാം പ്രാപ്യ ഒരു കടുക്കാ മരമായി മാറി അതിൻ്റെ ഉള്ളിൽ ആ ജീവഭാവം ആ വൃക്ഷശരീരത്തിൻ്റെ ഉള്ളിൽ അങ്ങനെ മറ്റാരാലും കാണപ്പെടാതെ 70 വർഷം അതിൻ്റെ ഉള്ളിൽ കഴിഞ്ഞു. ഇതൊക്കെ ആരാ തീരുമാനിച്ചത്? ഇതൊന്നും ചോദിക്കരുത്. മഹർഷി ശപിച്ചു. 70 കൊല്ലം ആ വൃക്ഷശരീരത്തിൽ കഴിയേണ്ടതായി വന്നു. അത്ര രൈവതകേശയിലെ വർഷേ ശിശിരനാമനി ദശരാത്രമഭൂത് സിംഹ പൂർവോ യക്ഷവശീകൃത. ഇനി രൈവതകം എന്ന ഒരു പർവ്വതം, അതും ഈ ശാഖദ്വീപത്തിൽ തന്നെയാണ്. ആ രൈവതക പർവ്വതത്തിൽ ശിശിരം എന്ന പേരോടുകൂടിയ ഒരു ഭൂപ്രദേശത്ത് 10 രാത്രികൾ ഒരു സിംഹമായി കഴിഞ്ഞു. ആര്? ഈ കിഴക്കോട്ട് പോയവൻ. കിഴക്കോട്ട് പോയ ആ വിഭജിത്ത് 10 രാത്രി, 10 രാത്രി എന്ന് പറഞ്ഞാൽ രാത്രി മാത്രമായിട്ട് വരില്ലല്ലോ, 10 ദിവസങ്ങൾ, 10 രാത്രിയും 10 പകലും എന്ന് പറഞ്ഞാൽ 10 ദിവസം, 10 ദിനങ്ങൾ യക്ഷവശീകൃത, ഒരു യക്ഷനാൽ വശീകരിക്കപ്പെട്ട് യക്ഷൻ്റെ മായാവലയത്തിൽപ്പെട്ട് അങ്ങനെ കഴിഞ്ഞു, സിംഹമായി കഴിഞ്ഞു. അത്ര കാഞ്ചന ശൈലാദിധരീതർദുരതാം ഗതഃ പിശാചമായാച്ഛലിതോ ദശവർഷാണ്യുവാസസഃ. അത് കഴിഞ്ഞ് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, കാഞ്ചനശൈലം, സ്വർണ്ണമലയിൽ, സ്വർണ്ണമല എന്നുള്ളത് മഹാമേരുവിനെയാണോ ഉദ്ദേശിക്കുന്നതെന്നൊന്നും അറിയത്തില്ല, ഒരു സ്വർണ്ണമല, ആ സ്വർണ്ണമലയുടെ ഗുഹയുടെ ഉള്ളിൽ ദർദുരതാം ഗതഃ. ദർദുരം എന്നുള്ള വാക്കിന് തവള എന്നാണ് അർത്ഥം. ദർദുരം, മണ്ടൂകം, ഭേഗം, ദർദുരം, ഇതൊക്കെ തവളയുടെ പര്യായ പദങ്ങളാണ്. ഈ സ്വർണ്ണപർവ്വതത്തിൻ്റെ ഉള്ളിൽ ഒരു ഗുഹയുണ്ട്. ആ ഗുഹയുടെ ഉള്ളിൽ ഒരു തവളയായി കഴിഞ്ഞു. എങ്ങനെയാണ് ഇദ്ദേഹം തവളയായതെന്ന് ചോദിച്ചാൽ, പിശാച മായാച്ഛലിത, ഒരു പിശാചിൻ്റെ മായാജാലത്തിൽ അകപ്പെട്ട് ദരീഷു ദർദുരതാം ഭേഗതാം ഗതം, പിശാചിൻ്റെ മായാവലയത്തിൽപ്പെട്ട് അല്ലെങ്കിൽ പിശാചിൻ്റെ ശാപം കാരണമായി 10 വർഷങ്ങൾ തവളയായി കഴിഞ്ഞു. കൗമാരം വർഷമാസാദ്യ ശ്യാമാദ്രേരുത്തരസ്തടം ശാഖദ്വീപേന്ധകൂപേന്ധോ ന്യവസച്ഛരതാം ശതം. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, കൗമാരം എന്ന പേരോടുകൂടിയ ഒരു ഭൂപ്രദേശത്തിൽ ശ്യാമാദ്രിയുടെ വടക്ക് ദിക്കിൽ, ശ്യാമാദ്രി എന്ന് പറഞ്ഞാൽ നീല നിറത്തിലുള്ള പർവ്വതം, നമ്മുടെ നീലഗിരിയാണോ എന്നൊന്ന് ചോദിക്കരുത്, തമിഴ്നാട്ടിലുള്ള നീലഗിരിയാണോ എന്നും ചോദിക്കരുത്, ശ്യാമവർണ്ണത്തിലുള്ള അല്ലെങ്കിൽ നീലവർണ്ണത്തിലുള്ള ഒരു പർവ്വതത്തിൻ്റെ വടക്ക് ദിക്കിലുള്ള താഴ്വരയിൽ അന്ധകൂപേ, ഒരു പൊട്ടക്കിണറ്റിൽ കുരുടനായ ഒരു തവളയായി കഴിഞ്ഞു. ആദ്യത്തെ തവളയ്ക്ക് കാഴ്ചയെങ്കിലും ഉണ്ടായിരുന്നു. ഈ രണ്ടാമത്തെ തവളയുടെ ആ ജന്മത്തിൽ കാഴ്ചശക്തിയില്ലാത്ത കുരുടനായ ഒരു തവളയായിട്ടാണ് കഴിഞ്ഞത്. ന്യവസത് ശരദാം ശതം, 100 കൊല്ലങ്ങൾ അങ്ങനെ കഴിഞ്ഞു എന്ന്. ദർദുരം എന്നൊരു വാക്കുണ്ട്, അതും തവള എന്നാണ്. ഇപ്പം ഇങ്ങനെയുള്ള പല വിചിത്രങ്ങളായ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളിലൂടെ ഈ 4 പേരും കടന്നുപോയി. തീർന്നില്ല, ഒരു ശ്ലോകം കൂടെ ഉണ്ട് അവരുടെ അനുഭവങ്ങളെ വർണ്ണിക്കുന്നതായിട്ട്. മരീബകേകരോദ്വർഷേ വർഷാണ്യത്ര ചതുർദശ വിദ്യാധരത്വം പാശ്ചാത്യ സവിദ്യാധര വിദ്യയാ. പടിഞ്ഞാറോട്ട് പോയ ഒരാൾ, അയാൾക്ക് വേറൊരു അനുഭവം ഉണ്ടായി. മരീബകേകരോദ്വർഷേ വർഷാണ്യത്ര ചതുർദശ. അദ്ദേഹം മരീബകം എന്ന പേരോടുകൂടിയ സ്ഥലത്ത് വിദ്യാധരത്വപ്രാപികയാ മന്ത്രവിദ്യയാ, വിദ്യാധരത്വം നേടാനുള്ള ഒരു മന്ത്രവിദ്യ ഇദ്ദേഹം കൈവശമാക്കി. അങ്ങനെ ഒരു വിദ്യാധരനായി മാറി. എത്ര വർഷം? 14 കൊല്ലങ്ങൾ വിദ്യാധരനായി കഴിഞ്ഞു. ആര്? പടിഞ്ഞാറോട്ട് പോയ ആ വിപശ്ചിത്ത്. സ വിദ്യാധര വിദ്യയാ. ആ സർഗം നമുക്ക് അവസാനിപ്പിക്കാം.
രഥക്ലമക്ലാന്ത പുരാരിലക്ഷ്മീ ചലാംഗലേഖാ ക്രമശീകരാക്തം ഏലാലതാലിംഗ്യന ലബ്ധഗന്ധമാലംബ്യ വേലാവന ഗന്ധവാഹം. അങ്ങനെ വിദ്യാധരനായി അദ്ദേഹം കഴിഞ്ഞു എന്ന് പറഞ്ഞല്ലോ. ഈ വിദ്യാധരനായി മാറിയിട്ട് എന്താ ചെയ്തത്? വിദ്യാധരന്മാർ എന്ന് പറഞ്ഞാൽ സുഖിക്കാൻ വേണ്ടി ജനിച്ചവരാണ്. അപ്സര സ്ത്രീകളുമായി രമിക്കാൻ വേണ്ടി ജനിച്ച ആൾക്കാരാണ് ഈ വിദ്യാധരന്മാർ. അതുകൊണ്ട് അവർക്ക് രതിക്രീഡയിലാണ് താത്പര്യം, സ്ത്രീകളുമായി രമിക്കുക. അങ്ങനെ രഥം സുരഥം തത്രത്യേന ക്ലമേന ക്ലാന്തസ്യ, രതിപ്രക്രിയയിൽ ഏർപ്പെട്ട് തളർന്നവനായി പുരാരേർ ലക്ഷ്മിയാ ശോഭാതിശയേന ചലാനാം അംഗലേഖാനാം. പുരാരിയുടെ ലക്ഷ്മി എന്ന് പറഞ്ഞാൽ പുരാരി ശിവനാണ്. പുരാരിയുടെ ലക്ഷ്മി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഐശ്വര്യം. അദ്ദേഹത്തെ പോലെയുള്ള ഐശ്വര്യത്തോടുകൂടി ശോഭാവിശേഷത്തോടുകൂടി പ്രകാശിക്കുന്ന ശരീര അവയവങ്ങളെ മന്ദമാരുതൻ തഴുകിക്കൊണ്ടിരുന്നു. ശരീരമൊക്കെ വിയർത്ത് ആ വിയർപ്പ് ഒഴുകുന്ന ശരീരത്തിൽ കാറ്റടിച്ചു. ആ കാറ്റ് എങ്ങനെയുള്ളതാണ്? സൂക്ഷ്മങ്ങളായ ജലബിന്ദുക്കളെ വഹിച്ചു കൊണ്ടുവരുന്ന കുളിർ കാറ്റായിരുന്നു. ആ കാറ്റ് ഈ വിദ്യാധരൻ്റെ ശരീരത്തിൽ തട്ടി. ഇനി ആ കാറ്റ് എങ്ങനെയുള്ളതാണെന്നാണ്? സുഗന്ധം നിറഞ്ഞ കാറ്റാണ്. തഥാ ഏലാലതാനാം ആലിംഗനൈർ ലബ്ധഗന്ധം. ഏലാലത, ഏലം എന്നുള്ളത് മലയാളമല്ല, അത് സംസ്കൃതമാണ്. സംസ്കൃതത്തിൽ ഏലം, ഏല എന്നൊക്കെ പറയാറുണ്ട്. അതൊരു ചെറിയ ചെടിയാണ്, ഒരു കുറ്റിച്ചെടിയാണ്, വലിയ വൃക്ഷമൊന്നുമല്ല. അതിൻ്റെ ലത എന്ന് പറഞ്ഞാൽ അതിങ്ങനെ പടർന്നു പോകുന്നതാണ്. പാവലും മത്തനും ഒക്കെ പടരുന്നത് പോലെയല്ല, കുറച്ച് കട്ടിയുള്ള ചെടികളാണ്. എന്നാലും അവ ഇങ്ങനെ വ്യാപിക്കുന്ന ഒരു സ്വഭാവം അവയ്ക്കുണ്ട്. ആ ഏലത്തിൻ്റെ ലതകളുടെ ആലിംഗനം കൊണ്ട് ലഭിച്ച സുഗന്ധത്തോടു കൂടിയ കാറ്റ് എന്ന് പറഞ്ഞാൽ ഏലക്കായുടെ മണമുള്ള ആ സുഗന്ധമുള്ള കാറ്റ്, ആ കാറ്റ് ഇദ്ദേഹത്തിൻ്റെ ശരീരത്തെ തഴുകി. ആ കാറ്റിൽ വേറെ ഒരു സുഗന്ധവും കലർന്നിരുന്നു. എന്താണ്? വേലാവനസ്യ ഗന്ധവാഹം വായുമാലംബ്യ ആനന്ദഹേതുത്വേന ആശ്രിത്യ ഇത്യർത്ഥ. വേലാവനം എന്ന് പറഞ്ഞാൽ സമുദ്രതീരത്തിൽ നിർമ്മിക്കപ്പെട്ട പൂന്തോട്ടത്തിൻ്റെ പേരാണ് വേലാവനം. വേല എന്ന് പറഞ്ഞാൽ തന്നെ സമുദ്രതീരം, കടൽക്കര എന്നാണ് അർത്ഥം. ആ കടൽ തീരത്ത് നിർമ്മിക്കപ്പെട്ട പൂന്തോട്ടം അതെവിടെയാണ്? അങ്ങനെ ഈ ഉപ്പ് രസമുള്ള മണ്ണിൽ ചെടികൾ വളരുമോ? അതൊന്നും ചോദിക്കരുത്. കഥയിൽ ചോദ്യമില്ല, പറയുന്നത് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക. അവസാനം ഇതൊന്നുമില്ല എന്ന് പറയും, അതും കേട്ടോളുക. ഇതെല്ലാം ഇവരുടെ ഭ്രമമായിരുന്നു എന്നുള്ള കാര്യവും നിങ്ങൾ കേൾക്കണം. അങ്ങനെ കടൽ തീരത്തുള്ള പൂന്തോട്ടത്തിലെ പൂക്കളിൽ നിന്ന് വരുന്ന സുഗന്ധം വഹിച്ചു കൊണ്ടുവരുന്ന കാറ്റ് ഇദ്ദേഹത്തിൻ്റെ ശരീരത്തെ തഴുകി. അതുപോലെ ഏലക്കായുടെ മണമുള്ള ഇങ്ങനെ രണ്ട് ഗന്ധങ്ങൾ കാറ്റിലുണ്ടായിരുന്നു. ആ കാറ്റേറ്റ് എന്തെന്നില്ലാത്ത ഒരു ആനന്ദ നിർവൃതിയിൽ കഴിഞ്ഞു ഈ വിദ്യാധരൻ. അങ്ങനെ ആ 124-ാമത്തെ സർഗം അവസാനിച്ചു. അടുത്തത് 125-ാമത്തെ സർഗമാണ്. അതിൻ്റെ പേര് ജീവൻ മുക്ത കലനം. ജീവൻ മുക്തൻ്റെ വിചാരം. ഒരു ജീവൻ മുക്തൻ എങ്ങനെയാണ് ഈ പ്രപഞ്ചത്തെ നോക്കിക്കാണുന്നത്? അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് എന്താണ്? ഈ കാര്യമാണ് ഈ സർഗത്തിൽ പറയുന്നത്. പക്ഷേ ആ സർഗം ആരംഭിക്കുന്നത് ഈ വിപശ്യത്തുകളുടെ വേറെ ചില അനുഭവങ്ങളും കൂടെ പറഞ്ഞിട്ടാണ്. എന്നിട്ട് മാത്രമേ ജീവൻ മുക്തൻ്റെ സ്ഥിതിയെക്കുറിച്ച് വർണ്ണിക്കുന്നുള്ളൂ. ശ്രീ വസിഷ്ഠ ഉവാച വർഷേ ശാന്തഭയാഭിഖ്യേ ജലധാരേ ഗിരൗതരൗ താദൃക്കർത്തരി പാനീയം ശാഖദ്വീപേ പിബൻ സ്ഥിതഃ. ശാന്തഭയം എന്ന പേരോടുകൂടിയ
ഒരു പ്രദേശം ജലധാര എന്ന പേരോട് കൂടിയ ഒരു പർവ്വതത്തിലുണ്ടായിരുന്നു എന്ന് നേരത്തെ പറഞ്ഞല്ലോ. ആ പർവ്വതത്തിൽ ഒരു വൃക്ഷമായി പടിഞ്ഞാറോട്ട് യാത്ര ചെയ്ത ആ വിപശ്ചിത്ത് കുറച്ചു കാലം കഴിച്ചുകൂട്ടി. അപ്പോൾ ആ വൃക്ഷഭാവത്തിൽ നിന്ന് അദ്ദേഹത്തിന് എങ്ങനെയാണ് മോചനം ലഭിച്ചത് അതും കൂടെ കേൾക്കണമല്ലോ. ഓരോരുത്തരെ അതായി ഇതായി പർവ്വതമായി തവളയായി മരമായി എന്നൊക്കെ പറയുമ്പോൾ അതിൽ നിന്ന് അവർക്ക് എങ്ങനെയാണ് ശാപമോക്ഷം ലഭിച്ചത്? താതൃക് കർത്തരിപാനീയം ശാഖദ്വീപേ പിബൻ സ്ഥിത. നമുക്ക് വ്യാഖ്യാനം തന്നെ വായിച്ചു പോവാം. തത്ര വിപശ്ചിതാം ഭിന്നദിക്ഷു ഭ്രമതാം. 4 ദിക്കുകളിലേക്ക് യാത്രയായ ഈ 4 വിപശ്ചിത്തുകൾക്കും പരസ്പരാനുസന്ധാനം വിപത്സു പരസ്പരാനുഗ്രാഹകത്വം ചാസ്തി നവ ഇതി രാമസ്യ സംശയം ലിംഗൈരുപലക്ഷ്യ തം നിരാചികീർഷുഃ വസിഷ്ഠഃ പ്രഥമം പൂർവസ്യ ശാന്തഭയവർഷേ ഹരീതകീ തരുഭാവസങ്കടേ പശ്ചിമകൃതമനുഗ്രഹമാഹ. 4 ദിക്കിലാണ് ഈ 4 പേരും പോയതെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും അപകടം ഉണ്ടാകുമ്പോൾ മറ്റേയാൾ ആ വ്യക്തിയുടെ സഹായത്തിനെത്തിയിരുന്നു എന്ന്. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ അങ്ങനെയുള്ള സംഭവങ്ങളുണ്ടായി. ഇങ്ങനെ ഒരു സംശയം രാമൻ ഉന്നയിച്ചില്ല. എന്നാലും രാമൻ്റെ മുഖഭാവം കണ്ടിട്ട് വസിഷ്ഠർക്ക് ഇങ്ങനെ ഒരു സംശയം രാമൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കണം എന്നൊരു സൂചന ലഭിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ശാപമോക്ഷത്തെക്കുറിച്ച് വസിഷ്ഠ മഹർഷി വർണ്ണിക്കുന്നത്. വിപത്സു പരസ്പരാനുസന്ധാനം. ഈ 4 പേരും 4 ദിക്കിൽ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങൾ. ഒരാൾ തവളയായി, ഒരാൾ മരമായി, ഒരാൾ മകരമത്സ്യം വെട്ടിവിഴുങ്ങി എന്നൊക്കെ പറയുമ്പോഴും ഓരോരുത്തരുടെയും ആപത്തിൽ മറ്റേ ആൾ സഹായിക്കാനെത്തിയിരുന്നു. അങ്ങനെ പരസ്പരം സഹായിക്കുന്ന ഒരു പരിതസ്ഥിതി അവിടെ നിലനിന്നിരുന്നു. രാമസ്യ സംശയം ലിംഗൈരുപലക്ഷ്യ. അങ്ങനെ രാമന് ഇങ്ങനെ ഒരു സംശയം ഉണ്ടാവും. ഈ ശാപത്തിൻ്റെ കാര്യം മാത്രമല്ലേ മഹർഷി പറയുന്നുള്ളൂ, അവർക്ക് എങ്ങനെയാണ് ശാപമോക്ഷം ലഭിച്ചത് എന്ന് ഒരു സംശയം ഉണ്ടാകും. ഇവർ ഈ 4 വിപശ്ചിത്തുകളും പരസ്പരം ആരുടെയെങ്കിലും സഹായം മറ്റൊരു വ്യക്തിക്ക് ലഭിച്ചുവോ എന്നൊരു സംശയം ഉണ്ടാകാം എന്ന് വിചാരിച്ച് ആ സംശയത്തെ ദൂരീകരിക്കാനായി ആദ്യം കിഴക്കോട്ട് പോയ ആളിൻ്റെ ശാപമോക്ഷത്തെക്കുറിച്ച് പറയുകയാണ്. പൂർവസ്യ ശാന്തഭയവർഷേ ഹരീതകീ തരു ഭാവസങ്കടേ. ശാന്തഭയം എന്ന പേരോടുകൂടിയ പ്രദേശത്ത് ഒരു കടുക്കാമരമായി നിന്നുവല്ലോ കിഴക്കോട്ട് പോയ വ്യക്തി. ആ സങ്കടത്തിൽ നിന്ന്, ആ ദുസ്ഥിതിയിൽ നിന്ന് അദ്ദേഹത്തെ മോചിപ്പിച്ചത് പടിഞ്ഞാറോട്ട് പോയ ആളാണ്. അയാളെങ്ങനെ ഇവിടെ എത്തി? ഇതൊന്നും ചോദിക്കരുത്. സ്വപ്നത്തിൽ നമ്മളെ ഒരു സർപ്പം തുരത്തുന്നു എന്ന് വിചാരിക്കുക. എവിടെ നിന്നോ ഒരു കീരി അതിൻ്റെ പുറത്ത് ചാടി വീണ് ഈ സർപ്പത്തെ കഷണങ്ങളാക്കി മാറ്റുന്നു. ഇപ്പം സ്വപ്നത്തിൽ കണ്ട സർപ്പവും അതിനെ കൊന്ന കീരിയും ഉണർന്നെഴുന്നേറ്റാലില്ലല്ലോ. പക്ഷേ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട സർപ്പത്തെ സ്വപ്നത്തിലെ കീരി എന്തിന് കടിച്ചു കീറി കൊന്നു, അതിനെ എന്തിന് കഷണങ്ങളാക്കി? അങ്ങനെ കണ്ടു, അത്രയേ ഉള്ളൂ. സ്വപ്നത്തിനകത്ത് യുക്തിയൊന്നുമില്ല. ഇപ്പോൾ കിഴക്കോട്ട് പോയ ഒരാളെ അയാളുടെ സങ്കടത്തിൽ നിന്ന് പടിഞ്ഞാട്ട് പോയ ഒരു വ്യക്തി എങ്ങനെയാണ് മോചിപ്പിച്ചത്, അദ്ദേഹത്തെ സഹായിച്ചത്? ശാന്തഭയം ഇത്യഭിഖ്യാ പ്രസിദ്ധിർ യസ്യ തസ്മിൻ വർഷേ. ശാന്തഭയം എന്ന പേരോടുകൂടി നേരത്തെ പറയപ്പെട്ട ആ പ്രദേശത്തിൽ കഴിഞ്ഞിരുന്ന കിഴക്ക് ദിക്കിലേക്ക് യാത്ര ചെയ്ത വ്യക്തിയെ അത്ര ശാന്തമയേ വർഷേ ജലധാരേ മഹാഗിരൗ ഇതി പ്രാക് സർഗോക്തേ, കഴിഞ്ഞ സർഗത്തിൽ വിവരിച്ച, നമ്മൾ പുതിയ സർഗത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു, കഴിഞ്ഞ സർഗത്തിൽ വിവരിച്ച ആ കഥയിൽ ജലധാര എന്ന പേരോടുകൂടിയ പർവ്വതത്തിൽ ഹരീതകീവനെ ഹരീതകീ വൃക്ഷഭൂത താതൃക് തദവസ്ഥ,
ഒരു കടുക്കാമരത്തിൻ്റെ ഉള്ളിൽ കഴിയേണ്ട ദുസ്ഥിതി ഉണ്ടായി എന്ന് പറഞ്ഞല്ലോ. അയാളെ എങ്ങനെയാണ് ഈ പടിഞ്ഞാറോട്ട് പോയ വ്യക്തി രക്ഷിച്ചത്? കർത്തരീ യന്ത്ര സദൃശ ഭൂമി അന്തശിലാസംബന്ധി പാനീയം മൂലൈഹി പിബൻ സ്ഥിത. ഈ വൃക്ഷമായി അദ്ദേഹം എങ്ങനെയാണ് കഴിഞ്ഞിരുന്നത് എന്നാണ്. കർത്തരീ യന്ത്ര സദൃശ ഭൂമി അന്തശിലാസംബന്ധി പാനീയം. കർത്തരീ യന്ത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ അറപ്പുവാൾ എന്ന് പറയത്തില്ലേ, തടിയൊക്കെ മുറിക്കുന്ന സാ എന്ന് പറയും, SAW. സാ കണ്ടു എന്നുള്ള ഒരർത്ഥമുണ്ട്. സി എന്നുള്ളതിൻ്റെ പാസ്റ്റ് ടെൻസ് സായാണ്. പക്ഷേ സാ എന്നുള്ളത് നൗണിൽ അറപ്പുവാൾ, മരം മുറിക്കാനുള്ള, അതിന് സാ എന്ന് പറയും. അതിനെയാണ് കർത്തരീ യന്ത്രം. ഈ കർത്തരി തന്നെയാണ് മലയാളത്തിൽ കത്രിക എന്നായത്. സംസ്കൃതത്തിൽ കർത്തരി എന്നാണ് പറയുന്നത് കത്രികയ്ക്ക്. മലയാളികൾ കത്രിക എന്ന് പറയുന്നു. കത്രീന എന്ന് പറഞ്ഞ് പേരുണ്ട്, അത് വേറെയാണ്, അത് ക്രിസ്ത്യാനികളുടെ പേരാണ്. കത്രീന അതെന്താണെന്ന് ചോദിച്ചാൽ കാതറിൻ എന്ന് സായിപ്പന്മാർ പറയുന്ന അതിനെ നമ്മൾ മലയാളീകരിച്ചു. കാതറിൻ കത്രീനയായി, ജോൺ യോഹന്നാനായി, ജോസഫ് ഔസേപ്പായി, സ്റ്റീഫൻ എസ്തപ്പാനായി. ഇങ്ങനെ ഓരോ ആ വിദേശ നാമങ്ങളെ നമ്മൾ ഉച്ചരിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി നമ്മൾ മാറ്റി. അങ്ങനെയാണ് കാതറിൻ കത്രീനയായി. അതുപോലെ വേറെയും പേരുകളുണ്ട്. ജേക്കബ് യാക്കൂബായി, യാക്കൂബ്. മാത്യു മത്തായി ആയി. പീറ്റർ പത്രോസായി. അങ്ങനെ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേരുകൾ കിട്ടും. ഞാനിതിങ്ങനെ ചില സമയത്ത് ഇങ്ങനെ ഇരുന്ന് ആലോചിക്കാറുണ്ട്, ഇത് ഏത് ഇംഗ്ലീഷ് പേരിൽ നിന്ന് വന്നതാണ്, അതിനെ നമ്മൾ മലയാളീകരിച്ചതാണ്. ധാരാളം ഉണ്ട്. വർഗീസ്, വറീദ്. വർഗീസാണ് വറീദ് എന്നായത്. വറീദ് മാപ്പിള എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. വർക്കി, വർക്കി, വർഗീസിനെ വർക്കി എന്നും പറയും. വറീദ്. ഇപ്പോൾ ഇദ്ദേഹം ആ കടുക്ക മരമായി സ്ഥിതി ചെയ്തപ്പോൾ അവിടുത്തെ ഭൂമി എങ്ങനെയുള്ളതായിരുന്നു? കർത്തരീ യന്ത്ര സദൃശം, വളരെ കട്ടിയുള്ള ദൃഢമായ ഒരു ഭൂമി. അങ്ങനെയുള്ള ഭൂമിയുടെ ഉള്ളിൽ ധാരാളം കല്ലുകളുണ്ടായിരുന്നു. അതായത് കല്ല് നിറഞ്ഞ ഒരു ഭൂപ്രദേശമായിരുന്നു. ആ ഭൂപ്രദേശത്തിൽ നിന്ന് വേരുകളിലൂടെ വെള്ളം വലിച്ചെടുത്താണ് ഇദ്ദേഹം ജീവിച്ചിരുന്നത്. മരത്തിന് വെള്ളം വേണമല്ലോ. കല്ലാണ്, മണ്ണാണെങ്കിലും പെട്ടെന്ന് അതിൻ്റെ ഇടയ്ക്ക് നിന്ന് വെള്ളം വലിച്ചെടുക്കാം, കല്ല്. അപ്പോൾ അവിടെ ഒരുപാട് കഷ്ടപ്പെട്ടു, പാവം. വെള്ളം പോലും കിട്ടാതെ ഇദ്ദേഹം കഷ്ടപ്പെട്ടു. അങ്ങനെയുള്ള ഭൂമിയിൽ നിന്ന് വേരുകളിലൂടെ ജലം വലിച്ചെടുത്ത് ഇദ്ദേഹം കഴിഞ്ഞിരുന്നു. അങ്ങനെയുള്ള അദ്ദേഹത്തെ പൂർവോ വിപശ്ചിത്, അങ്ങനെ ജീവിച്ച ആ കിഴക്ക് ദിക്കിലേക്ക് പോയ വിപശ്ചിത്തിനെ പാശ്ചാത്യേന വിപശ്ചിത, പടിഞ്ഞാറ് ദിക്കിലേക്ക് പോയ ആ വിപശ്ചിത്ത് തദ് വൃത്താന്തം ജ്ഞാത്വ, ഇദ്ദേഹം ഇങ്ങനെ മരമായി സ്ഥിതി ചെയ്യുന്നു എന്നുള്ള കാര്യം അറിഞ്ഞിട്ട്, എങ്ങനെ അറിഞ്ഞു ഇതൊന്നും ചോദിക്കരുത്. ആര് പറഞ്ഞു തന്നു, വാട്സപ്പിൽ മെസ്സേജ് അയച്ചതാണോ എന്ന് എന്നോട് ചോദിക്കരുത്. കഥയാണിങ്ങനെ. ഇങ്ങനെ വൃക്ഷമായി ഇദ്ദേഹം സ്ഥിതി ചെയ്യുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കി തത്ര ഏത്യ ആഗത്യ, അവിടെ എത്തിച്ചേർന്ന് ശാപപ്രദം മുനിം പ്രസാദ്യ, ഇദ്ദേഹത്തെ ശപിച്ച മഹർഷിയെ പ്രസാദിപ്പിച്ച് അദ്ദേഹത്തിനോട് അവതാ ചൊല്ലി മാപ്പപേക്ഷിച്ച് തദ്ദത്തയാ വിദ്യയാ ക്രകചേന വൃക്ഷത്വം ചിത്വേവ, അദ്ദേഹം നൽകിയ ഒരു വിദ്യ, ഒരു മന്ത്രവിദ്യ, ആ മന്ത്രവിദ്യയുടെ സഹായത്തോടുകൂടി, ക്രകചം എന്നുള്ള വാക്കിനും അറപ്പുവാൾ എന്നാണ് അർത്ഥം. ക്രകചം, ആ മന്ത്രവിദ്യയാകുന്ന അറപ്പുവാൾ കൊണ്ട് ഈ വൃക്ഷശരീരത്തെ, മന്ത്രത്തിൻ്റെ ശക്തി കൊണ്ട് എന്നർത്ഥം, വൃക്ഷശരീരത്തെ മുറിച്ച് ഇദ്ദേഹത്തിന് ശാപമോക്ഷം നൽകി. വൃക്ഷത്വം ചിത്വേവ വൃക്ഷഭാവാത് മോക്ഷിത ഇതി പരേണാന്വയ, അങ്ങനെ ആ വൃക്ഷശരീരത്തിൽ നിന്നും
അദ്ദേഹം മുക്തനായി. ഇനി പാശ്ചാത്യശിശിരേ വർഷേ പാഷാണത്വമുപാഗതഃ മോചിതോ ദക്ഷിണേനാശു ഗോമാംസാദിപ്രയോഗതഃ. ഇപ്പോൾ കിഴക്ക് ദിക്കിലേക്ക് പോയ ആളിനെ പടിഞ്ഞാറ് ദിക്കിലേക്ക് പോയ ആളാണ് രക്ഷിച്ചത്. ഇനി ഈ പടിഞ്ഞാറ് ദിക്കിലേക്ക് യാത്രയായ അയാൾ ശിശിരം എന്ന പേരോട് കൂടിയ ഒരു ഭൂപ്രദേശത്തെ എത്തിച്ചേർന്നു. അവിടെ അദ്ദേഹം ശിലയായി മാറിയെന്ന് പറഞ്ഞല്ലോ. ആ ശാപത്തിൽ നിന്ന് അദ്ദേഹത്തെ രക്ഷിച്ചത് തെക്കോട്ട് യാത്ര ചെയ്ത ആളാണ്. അയാൾ എങ്ങനെയോ ഈ വിവരം അറിഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ അടുത്തെത്തി ഇദ്ദേഹത്തെ ശാപത്തിൽ നിന്ന് മോചിപ്പിച്ചു. എങ്ങനെയാ മോചിപ്പിച്ചത്? ഗോമാംസാദിപ്രയോഗത, പശുവിൻ്റെ ഇറച്ചി നൽകി. ഗോമാംസം നൽകി എങ്ങനെയാണ് ഒരാളെ ശാപമുക്തനാക്കുക എന്ന് ചോദിച്ചാൽ, ഇദ്ദേഹത്തെ ശപിച്ച് കല്ലാക്കിയത് ഒരു പിശാചാണ്. പിശാചുക്കൾക്ക് ഇഡ്ഡലിയും ദോശയും ഒന്നുമല്ല ഇഷ്ടം. അവയ്ക്ക് മാംസവും മദ്യവും ഒക്കെ നൽകിയാലേ അവർ തൃപ്തിപ്പെടും. അങ്ങനെ ഏവം പാശ്ചാത്യോപി ശിശിരാഖ്യേ വർഷേ, പടിഞ്ഞാറ് ദിക്കിൽ യാത്ര ചെയ്ത ആൾ ശിശിരം എന്ന പേരോടുകൂടിയ പ്രദേശത്തിൽ ശിലയായി മാറി. എങ്ങനെ? പിശാചപതി ശാപാത്, പിശാചുക്കളുടെ തലവൻ അദ്ദേഹത്തെ ശപിച്ച് കല്ലാക്കി. പാഷാണത്വം ഉപാഗത, അങ്ങനെ ശിലയായി തീർന്ന അദ്ദേഹത്തെ ദക്ഷിണേന ഏത്യ, തെക്ക് ദിക്കിലേക്ക് യാത്രയായ ആ വ്യക്തി ഈ വിവരം അറിഞ്ഞിട്ട് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് ഗോമാംസാദി പ്രയോഗത, ആ പിശാചിൻ്റെ അധിപതിക്ക് ഗോമാംസം നൽകി. പിശാചപതിം പ്രസാദ്യ മോചിത, ആ പിശാചിൻ്റെ തലവനെ തൃപ്തിപ്പെടുത്തി അദ്ദേഹത്തെ സന്തുഷ്ടനാക്കി. അങ്ങനെ അദ്ദേഹം ഇദ്ദേഹത്തെ ഈ ശാപത്തിൽ നിന്ന് മോചിപ്പിച്ചു. തീരാറായി. ഇതൊക്കെ വായിച്ചിട്ട് കഥയില്ലാന്ന് എനിക്കറിയാം, എന്നാലും ഒന്ന് ഓടിച്ചെങ്കിലും പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. ഗോമാംസാദി പ്രയോഗത ശിവേസ്താചലപാരസ്ഥേ വർഷേ വർഷേണ പശ്ചിമ മോചിതോ ദക്ഷിണേനൈത്യ ഗോപിശാച്യാ വൃഷീകൃത. ശിവേ അസ്താചലപാരസ്ഥേ, അസ്തമയ പർവ്വതത്തിനും അപ്പുറത്ത് ശിവം എന്ന പേരോടുകൂടിയ ഒരു രാജ്യം, ഒരു പ്രദേശമുണ്ട്. ആ പ്രദേശത്തിൽ പടിഞ്ഞാറ് ദിക്കിലേക്ക് യാത്ര ചെയ്ത ആളെത്തി. കാരണം പടിഞ്ഞാറ് ദിക്കിലുള്ള പർവ്വതമാണ് അസ്തമന പർവ്വതം. അപ്പോൾ പടിഞ്ഞാറ് ദിക്കിലേക്ക് യാത്ര ചെയ്ത അദ്ദേഹം ഈ ശിവം എന്ന പേരോട് കൂടിയ ഒരു പർവ്വതത്തെയും കടന്ന് അതിൻ്റെ അപ്പുറത്ത് പോയി. അദ്ദേഹത്തിനും ഒരു ശാപം ലഭിച്ചു. അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചത്? ഗോരൂപയാ പിശാച്യ പിശാചവിദ്യയാ വൃഷീകൃത, വൃഷപിശാചീകൃത. പശുവിൻ്റെ രൂപത്തിൽ സ്ഥിതി ചെയ്ത ഒരു പിശാച് പിശാചവിദ്യ ഉപയോഗിച്ച് ഈ പടിഞ്ഞാറോട്ട് യാത്ര ചെയ്ത വ്യക്തിയെ കാളയുടെ രൂപത്തിലുള്ള മറ്റൊരു പിശാചാക്കി തീർത്തു. കാരണം അത് പിശാചിയാണ്, അപ്പോൾ പശുവിൻ്റെ രൂപത്തിലാണ്. അപ്പോൾ അതിനൊരു ഇണ വേണം. അതുകൊണ്ട് ഇയാളെ ശപിച്ച് ഇയാളെ ഒരു കാളയാക്കി മാറ്റി. ആ കാളയുടെ രൂപത്തിൽ അയാൾ കഴിയുകയാണ്. ഇപ്പം അയാൾ ആര് രക്ഷിച്ചു എന്ന് ചോദിച്ചാൽ, പശ്ചിമോ ദക്ഷിണേന മോചിത, ഈ പടിഞ്ഞാറ് ദിക്കിലേക്ക് യാത്ര ചെയ്തയാളെ തെക്ക് ദിക്കിലേക്ക് യാത്ര ചെയ്ത ആ വ്യക്തി ശാപത്തിൽ നിന്നും മോചിപ്പിച്ചു. ഗോപിശാച്യ വൃഷീകൃത. അത്രൈവ ക്ഷേമകേ വർഷേ ആംബികേയ ഗിരൗ തരൗ ദക്ഷിണോ യക്ഷതാം യാതോ മോക്ഷം യക്ഷേണ ലബ്ധവാൻ. ഇതേ സ്ഥലത്ത് തന്നെ എന്ന് പറഞ്ഞാൽ ശാകദ്വീപത്തിൽ തന്നെ ക്ഷേമകം എന്ന പേരോടുകൂടിയ ഒരു ഭൂപ്രദേശത്തിൽ, ആംബികേയം എന്ന പേരോടുകൂടിയ പർവ്വതത്തിൽ ഒരു മരത്തിൽ യക്ഷനായി സ്ഥിതി ചെയ്തു. ആര്? തെക്ക് ദിക്കിലേക്ക് യാത്ര ചെയ്തയാൾ. അയാളെ ആരോ ശപിച്ച് ഒരു യക്ഷനാക്കി മാറ്റി. അയാളെ രക്ഷിച്ചത്
ആരാണ് രക്ഷിച്ചതെന്നുള്ളത് നോക്കാം അവിടെ. യക്ഷത്വത്തെ പ്രാപിച്ചു, യക്ഷതയെ പ്രാപിച്ചു എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള പിശാചാണ് ഈ യക്ഷന്മാരെന്ന് പറയുന്നത്. പിശാചുക്കളാണ്. അങ്ങനെ പിശാചായി അദ്ദേഹം മാറ്റപ്പെട്ടു. ആരുടെയോ ശാപം കാരണമായി. ദേവതാ യക്ഷഭാവസ്യ മോക്ഷണേ പ്രയോജനാഭാവാത്. ദേവന്മാരിലൊരു വിഭാഗമുണ്ട് യക്ഷന്മാർ എന്ന് പറഞ്ഞു. ഈ യക്ഷന്മാരുടെ അധിപതിയാണ് കുബേരൻ, ധനത്തിൻ്റെ അധിപതിയായ കുബേരൻ. ആ യക്ഷന്മാരെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. കാരണം അവർ ദേവന്മാരിലുള്ള ഒരു വിഭാഗമാണ്. അവർക്ക് ശാപമോക്ഷം, അവരെ ആരും ശപിക്കാൻ പറ്റില്ല, അവർക്ക് ശാപമോക്ഷം ലഭിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഇവിടെ യക്ഷൻ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് ഒരു തരത്തിലുള്ള പിശാചുക്കളാണ്. പിശാചുക്കളുടെ ഇടയിലുള്ള ഒരു വകഭേദമാണ്. യക്ഷേണ പശ്ചിമപ്രസാദിതേന, തെക്കോട്ട് പോയ അയാളാണ് പിശാചായി മാറിയത്. അയാളെ പടിഞ്ഞാറ് ദിക്കിലേക്ക് പോയ ആൾ എത്തി അദ്ദേഹത്തെ ശാപത്തിൽ നിന്ന് മോചിപ്പിച്ചു. യക്ഷപതിനാ നിമിത്തേന, യക്ഷന്മാരുടെ തലവനോട് അപേക്ഷിച്ചു. അങ്ങനെ അദ്ദേഹത്തിലൂടെ ശാപമോക്ഷം നേടിക്കൊടുത്തു. അത്രൈവ വൃഷകേ വർഷേ ശൈലേ കേസരനാമനി കേസരിത്വം ഗതഃപൂർവ പാശ്ചാത്യേനൈവ മോചിതഃ. ഇതേ ദ്വീപിൽ തന്നെ വൃഷകം എന്ന പേരോടുകൂടിയ ഒരു ഭൂപ്രദേശമുണ്ട്. അതെവിടെയാണെന്ന് ചോദിച്ചാൽ കേസരം എന്ന പേരോടുകൂടിയ ഒരു മലയിലാണ്. ആ മലയിലുള്ള വൃഷകം എന്ന പേരോടുകൂടിയ സ്ഥലത്തിൽ ഈ കിഴക്കോട്ട് പോയ ആൾ ഒരു സിംഹമായി മാറി. ഒക്കെ ശാപം കാരണമായിരിക്കും, അല്ലാതെ തനിയെ ഇങ്ങനെ സിംഹമായി മാറേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ കേസരിയായി സിംഹമായി മാറി. അദ്ദേഹത്തെ ആര് മോചിപ്പിച്ചു? പടിഞ്ഞാറോട്ട് പോയ വ്യക്തി ഈ സിംഹത്വം എന്നുള്ള നിലയിൽ നിന്ന് ഇദ്ദേഹത്തെ മോചിപ്പിച്ചു. അങ്ങനെ ആ വർണ്ണനകൾ അവസാനിച്ചു. ഇനിയാണ് രാമൻ്റെ ചോദ്യം. അപ്പം ഇതൊക്കെ ഇങ്ങനെ വസിഷ്ഠ മഹർഷി എന്തിന് വർണ്ണിക്കുന്നു എന്ന് ചോദിച്ചാൽ, മായയ്ക്കകത്ത് എന്തും സാധ്യമാണ്. വിശ്വാമിത്ര മഹർഷി അല്ലല്ലോ, ഗൗതമ മഹർഷി തൻ്റെ പത്നിയായ അഹല്യയെ ശപിച്ചു കല്ലാക്കി. ആ അഹല്യയാണ് രാമൻ്റെ പാദസ്പർശത്തിലൂടെ മോക്ഷം നേടിയത്, വീണ്ടും സ്ത്രീ രൂപം അവർക്ക് കിട്ടിയത്. അപ്പോൾ ഈ ഗൗതമൻ എന്തിനാണ് അഹല്യയെ ശപിച്ചത്? അവളുടെ പാതിവ്രത്യത്തിൽ ഭംഗമുണ്ടായി. തൻ്റെ വേഷം ധരിച്ചെത്തിയ ഇന്ദ്രനുമായി അഹല്യ രമിച്ചു. ആ കഥ പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരു ദിവസം രാവിലെ ഈ ഗൗതമ മഹർഷി അവരൊക്കെ അതിരാവിലെ എഴുന്നേറ്റ് നദിയിലേക്ക് കുളിക്കാൻ പോകും. അങ്ങനെ അദ്ദേഹം കുളിക്കാൻ പോയി. ആ തക്കം നോക്കി നമ്മൾ ഈ ദേവന്മാരുടെ അധിപൻ എന്ന് പറയുന്ന ഒരുത്തനുണ്ടല്ലോ, ദേവേന്ദ്രൻ, അവൻ ആള് മഹാപിഴയാണ്. ഋഷിമാരുടെ പത്നിമാരെയാണ് അയാൾ നോട്ടം ഇടുന്നത്. വല്ല കാര്യമുണ്ടോ അയാൾക്ക്? അവിടെ ഇല്ലാത്ത അപ്സരസുകളാണോ? അവിടെ ഇല്ലാത്ത ഉർവശി, രംഭക, മേനക, തിലോത്തമ ഇവരൊന്നും പോരെ? ഈ അഹല്യയിൽ ആഗ്രഹം ജനിച്ചിട്ട് അതിരാവിലെ ഈ ഗൗതമ മഹർഷി കുളിക്കാൻ പോയ തക്കം നോക്കി ഗൗതമ മഹർഷിയുടെ വേഷത്തിൽ അദ്ദേഹം വന്നു. അപ്പോൾ അഹല്യ ചോദിച്ചു, അങ്ങ് ഇപ്പോഴല്ലേ കുളിക്കാൻ പോയത്, എന്തിനു പെട്ടെന്ന് വന്നു? അതൊരു കാര്യമുണ്ട്, കുളിക്കാൻ പോയ മഹർഷി എന്തിനാണ് തിരിച്ചു വന്നത്, അത് അതിരാവിലെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം മറ്റൊന്നായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇന്ദ്രൻ്റെ ഉദ്ദേശം. ഇപ്പം ഇന്ദ്രൻ്റെ രൂപത്തിൽ വന്നാൽ അഹല്യ പെട്ടെന്ന് തിരിച്ചറിയും എന്ന് വിചാരിച്ചിട്ടാണ് ഗൗതമൻ്റെ വേഷത്തിൽ എത്തിയത്. എന്നിട്ട് അവർ സംയോഗം ചെയ്തു. ഇന്ദ്രൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു, പോയില്ല. അതിനിടയ്ക്ക് ഗൗതമ മഹർഷി കുളിയും ദേവാലയം ഒക്കെ കഴിഞ്ഞ് വന്നു. അങ്ങനെയാണോ കഥ? ഓക്കെ. അപ്പോൾ ഒരു തിരുത്ത്, പത്രത്തിൽ തിരുത്ത് വരാറില്ലേ, അതുപോലെ ഒരു തിരുത്ത്. അദ്ദേഹം വന്ന് നോക്കിയപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ സഹശയനം ചെയ്യുന്ന കാഴ്ചയാണ് കണ്ടത്. അപ്പോൾ ഇന്ദ്രനെ ശപിച്ചു അല്ലേ?
സഹസ്രാക്ഷനായി മാറട്ടെ. ആ, സഹസ്രഭഗൻ. ഇനി തൻ്റെ ഭാര്യയായ അഹല്യയെ ശപിച്ചു. അല്ല, അവരെന്ത് ചെയ്തു പാവം? അവരുടെ തെറ്റെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പതിവ്രതയാണ്. പതിവ്രതകൾക്ക് തൻ്റെ പതിയല്ലാത്ത ഒരാൾ പതിയുടെ വേഷത്തിൽ വന്നാൽ അത് കണ്ടുപിടിക്കാനുള്ള ശക്തി അവർക്കുണ്ട് എന്നാണ്. അപ്പോൾ ഇവളുടെയും സമ്മതത്തോടു കൂടിയാണ് ഈ കൃത്യം നടന്നത് എന്ന് മനസ്സിലാക്കി അവളുടെ പാതിവ്രത്യത്തിന് ഭംഗം ഉണ്ടായി എന്ന് മനസ്സിലാക്കിയിട്ട് അഹല്യയെ ശപിച്ച് കല്ലാക്കി. അതാണ് ഗൗതമൻ അഹല്യയുടെ കഥ. ഇപ്പം ശ്രീരാമൻ്റെ ചോദ്യം എന്താണെന്ന് നമുക്ക് കാണാം. അതും കൂടെ വായിച്ച ഒരു ഒന്നോ രണ്ടോ ശ്ലോകം കൂടെ വായിക്കുമ്പോൾ നമ്മുടെ ഇന്നത്തെ സമയം അവസാനിക്കും. ശ്രീരാമ ഉവാച. ശ്രീരാമൻ ചോദ്യം ചോദിക്കുകയാണ്. ഏകദേശഗതാ വിശ്വവ്യാപ്യ കർമാണി കുർവതേ യോഗിനസ്ത്രിഷു കാലേഷു സർവാണി ഭഗവൻ കഥം. മഹർഷി അങ്ങ് പറഞ്ഞു, ഈ യോഗിമാർക്ക് ഒരേ സമയത്ത് പല സ്ഥലങ്ങളിൽ പല ശരീരത്തോടു കൂടി കർമ്മങ്ങൾ ചെയ്യാനുള്ള ശക്തിയുണ്ട് എന്ന് അങ്ങ് പറഞ്ഞു. പക്ഷെ അതെങ്ങനെയാണ്? ഉണ്ട് എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ്? ഏകദേശഗതാഹ, ഒരേ സ്ഥലത്ത് സ്ഥിതി ചെയ്യുമ്പോഴും വിശ്വവ്യാപ്യ, 4 ഭാഗത്തും വ്യാപിച്ച് എന്ന് പറഞ്ഞാൽ പല ദിക്കുകളിലും ഈ യോഗിമാർ കർമ്മം ചെയ്യുന്നതായി അങ്ങ് പറഞ്ഞു. പലതരത്തിലുള്ള കൃത്യങ്ങളിൽ ഏർപ്പെടുന്നതായി അങ്ങ് പറഞ്ഞു. കർമാണി കുർവതേ യോഗിന സ്ത്രിഷുകാലേഷു, വർത്തമാനകാലത്തിൽ മാത്രമല്ല, അവർക്ക് ഭൂതകാലത്തിലും ഭാവി കാലത്തിലും സഞ്ചരിക്കാനുള്ള ശക്തിയുണ്ട്. സർവാണി, ഇങ്ങനെ പലതരം കർമ്മങ്ങൾ 3 കാലത്തിലും ചെയ്യാൻ കഴിവുള്ളവരാണ് ഈ യോഗികൾ അല്ലെങ്കിൽ സിദ്ധപുരുഷന്മാർ. ഇത് എങ്ങനെയാണ് മഹർഷി? ഇതെങ്ങനെ സാധ്യമാകുന്നു? അതിൻ്റെ ടെക്നിക്ക്, അതിന് എന്തെങ്കിലും സാധനയോ വേറെ എന്തെങ്കിലും കർമ്മമോ മന്ത്രമോ അങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടോ ഈ സിദ്ധികൾ നേടാൻ? ഇതാണ് രാമൻ്റെ സംശയം. അപ്പോൾ ഈ സംശയം അങ്ങ് തീർത്തു തരണം എന്ന് അപേക്ഷിച്ചു. വിശ്വക്ക് സർവതോ വ്യാപ്യ വിവിധം പ്രാപ്യ, പല ശരീരങ്ങൾ സ്വീകരിച്ച് കർമാണി അനുഗ്രഹാദീനി കഥം കുർവതേ, ഈ യോഗിമാർ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്നു. ലോകത്തെ നശിപ്പിക്കുകയല്ല അവരുടെ ഉദ്ദേശ്യം. പലർക്കും പലതരത്തിലുമുള്ള അനുഗ്രഹം ചെയ്യുന്നു. അന്യർക്ക് ഉപകാരം ചെയ്യുന്നതാണ് ഇവരുടെ സ്വഭാവം. തത്ര ഉപപത്തിർ വാച്യ ഇത്യർത്ഥ. ഇതെങ്ങനെ സാധ്യമാകുന്നു? ഇവർക്ക് എങ്ങനെ കഴിയുന്നു ഇങ്ങനെ പല ശരീരങ്ങളോടുകൂടി പല പ്രദേശങ്ങളിലുള്ള പല വ്യക്തികളെയും സഹായിക്കാനോ അല്ലെങ്കിൽ അവർക്ക് ഉപകാരം ചെയ്യാനോ അവരെ അനുഗ്രഹിക്കാനോ ഒക്കെ ഈ മഹാപുരുഷന്മാർക്ക് എങ്ങനെ കഴിയുന്നു? അതിന് മറുപടിയായി വസിഷ്ഠ മഹർഷി പറയുകയാണ്. ശ്രീ വസിഷ്ഠ ഉവാച. ഇഹ രാമാ പ്രബുദ്ധാനാം യദസ്ത്യസ്ത്വലമേവനഃ തേന യത്തു പ്രബുദ്ധാനാം തദിദം ശൃണു കഥ്യതേ. ഈ അജ്ഞാനികൾ ഈ വക കാര്യങ്ങളെക്കുറിച്ച് എന്ത് കരുതുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് വിഷയമല്ല. ഞങ്ങൾ ഇങ്ങനെയുള്ള സൂക്ഷ്മങ്ങളായ കാര്യങ്ങളെ മനസ്സിലാക്കിയവരാണ്. സിദ്ധന്മാർ, മഹർഷികൾ, യോഗിമാർ. മറ്റുള്ളവർ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ ഇതൊന്നും ഞങ്ങൾ നോക്കാറില്ല. ഞങ്ങൾ അതൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് അല്ലയോ രാമ, ഇഹ അപ്രബുദ്ധാനാം യദസ്തി അസ്തു അലമേവനഃ. ഈ അജ്ഞാനികൾ, ലൗകികന്മാർ ഇങ്ങനെയുള്ള സിദ്ധികളെക്കുറിച്ചും സിദ്ധന്മാരെക്കുറിച്ചും അവർ എന്താണ് കരുതുന്നത് എന്നുള്ളതിനെക്കുറിച്ച് വി നെവർ ബോദർ. ഞങ്ങൾ അതിനെയൊന്നും കുറിച്ച് ചിന്തിക്കാറേ ഇല്ല. ഇവർ താഴെ തട്ടിൽ സ്ഥിതി ചെയ്യുന്നവരാണ്. ശരീരത്തെ ഞാനാണെന്ന് കരുതി കഴിയുന്നവരാണ്. ഇവർക്ക് ശരീരത്തെ അതിവർത്തിച്ചിരിക്കുന്ന സൂക്ഷ്മ ശരീരത്തെക്കുറിച്ചോ ആ സൂക്ഷ്മ ശരീരത്തെ എങ്ങനെയാണ് ജ്ഞാനികൾ വിനിയോഗിക്കുന്നത്, ആ സിദ്ധി അവരിലുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ അജ്ഞാനികൾ
ആദ്യമായി വിശ്വസിക്കുന്നില്ല. ഇതൊക്കെ പറഞ്ഞാലും അവരിതൊന്നും നമ്പാൻ പോകുന്നില്ല. അവർ വളരെ സ്ഥൂലമായ തലത്തിൽ സ്ഥിതി ചെയ്യുന്നവരാണ്. അതുകൊണ്ട് അവർ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് എന്ത് വിചാരിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഞങ്ങൾ വിഷമിക്കാറില്ല, ഞങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കാറേയില്ല. ഇഹരാമാപ്രബുദ്ധാനാം യദസ്തി, അവരെന്ത് വേണമെങ്കിലും വിചാരിച്ചോട്ടെ, വി ഡോണ്ട് കെയർ, ഞങ്ങൾ അതിനെ ഗൗരവത്തിലെടുക്കുന്നില്ല. ഞങ്ങളെന്താണ് പറയുന്നത്? തേന യത്തു പ്രബുദ്ധാനാം തദിതം ശൃണു കഥ്യതേ. പ്രബുദ്ധന്മാർ, അറിവിൻ്റെ ഉന്നത തലങ്ങളിൽ എത്തിയവർ, മനസ്സ്, ബുദ്ധി, ഇന്ദ്രിയങ്ങൾ, പ്രാണൻ, ഈ തലങ്ങളെയൊക്കെ അതിക്രമിച്ചിരിക്കുന്ന ശ്രേഷ്ഠരായ യോഗിമാർ, അവരുടെ അനുഭവം എന്താണ്? അവർ എന്തൊക്കെ സിദ്ധികളാണ് പ്രദർശിപ്പിക്കുന്നത്? അതിനെക്കുറിച്ച് ഞാൻ പറയാം. മറ്റുള്ളവർക്ക് ഈ കാര്യങ്ങളിൽ വിശ്വാസം ഉണ്ടോ ഇല്ലയോ എന്നൊന്നും ഞങ്ങൾ അന്വേഷിക്കാറില്ല, ഞങ്ങൾ അതിനെക്കുറിച്ച് ശ്രദ്ധിക്കാറേയില്ല. അതുകൊണ്ട് യോഗിമാരുടെ ഇടയിൽ അവരുടെ അനുഭവമണ്ഡലത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറയാം. യോഗിനാം ദൃശ സർവപ്രപഞ്ചസ്യ മനോമാത്രത്വാത് മാനസക്രിയാസു ച മനസഃ സർവത്ര യുഗപദ് വ്യവഹാരേവി നിരങ്കുശ സ്വാതന്ത്ര്യാവിഘാതാത് സർവക്രിയോപപത്തിരിത്യാശയേന വസിഷ്ഠഃ ഉത്തരമാഹ. എന്താ പറയുന്നത്? യോഗിനാം ദൃശ, അല്ല യോഗിമാരുടെ കാഴ്ചപ്പാടിൽ സർവപ്രപഞ്ചസ്യ മനോമാത്രത്വാത്, ഈ പ്രപഞ്ചമെന്ന് പറയുന്നത് അവരുടെ മനസ്സിൻ്റെ വെറും ഭ്രമമാണ്, മനസ്സിൻ്റെ സൃഷ്ടിയാണ് ഈ പ്രപഞ്ചം. അല്ലാതെ ഈ പ്രപഞ്ചം എന്നൊരു സത്യം അവരുടെ കാഴ്ചപ്പാടിൽ ഇല്ല. അങ്ങനെയുള്ള യോഗികളുടെ ദൃഷ്ടിയിലൂടെ നോക്കുമ്പോൾ ഈ പ്രപഞ്ചം മൊത്തം തന്നെ മനോമാത്രമാണ്, മനസ്സിൻ്റെ പ്രവൃത്തി അല്ലെങ്കിൽ മനസ്സിൻ്റെ സൃഷ്ടി, അതാണ് ഈ പ്രപഞ്ചം. ആ മനസ്സിന് സാധിക്കാൻ പറ്റാത്തതായി ഒന്നുമില്ല. ഒരു പ്രപഞ്ചത്തെ ഉണ്ടാക്കി തീർക്കാൻ കഴിവുള്ള മനസ്സിന് മഹാസിദ്ധികളൊക്കെ നിസ്സാരം. അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളെ ഉൾക്കൊള്ളുന്ന ഈ പ്രപഞ്ചം തന്നെ മനസ്സൃഷ്ടമാണെങ്കിൽ ഇങ്ങനെയുള്ള സിദ്ധിവിശേഷങ്ങൾ ആ മനസ്സിന് എന്തുകൊണ്ടുണ്ടായിക്കൂടാ? നമ്മുടെ മനസ്സിൻ്റെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കിയിട്ടില്ല. അതാണ് നമ്മുടെ മനസ്സിന് എന്തുമാത്രം കഴിവുണ്ട്. ഇത് ബ്രഹ്മശക്തിയാണ്. നമ്മൾ ഈ മനസ്സ് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന, നമ്മളെ ഭ്രമിപ്പിക്കുന്ന, ഒന്നിനും കൊള്ളാത്ത ഒരു മനസ്സ്, സദാ ചഞ്ചലമായ മനസ്സ് എന്നൊക്കെ നമ്മൾ കരുതുമ്പോഴും അത് വാസ്തവത്തിൽ ബ്രഹ്മശക്തിയാണ്, ഈശ്വര ശക്തിയാണ് മനസ്സായി പ്രകടമായിരിക്കുന്നത്. അപ്പോൾ ആ മനസ്സിന് സാധിക്കാൻ പറ്റാത്തതായി ഒന്നുമില്ല. മാനസക്രിയാസുച മനസഃ സർവത്ര യുഗപദ് വ്യവഹാരേവി, ഈ മനസ്സിന് ഒരേ സമയത്തിൽ പലതായി വിഭജിക്കാൻ കഴിയും. അതാണ് ഓരോ ശരീരങ്ങളെന്ന് പറയുന്നത്. മനസ്സ് പലതായി സ്വയം വിഭജിക്കുന്നു. എന്നിട്ട് ആ ശരീരങ്ങളിലൂടെ അതേ മനസ്സ് പ്രവർത്തിച്ച് പല കർമ്മങ്ങൾക്കും കാരണമാകുന്നു. അല്ല, ഇതിൽ അവിശ്വസനീയമായിട്ട് എന്താണുള്ളത്? അല്ല, ഇതൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ എങ്ങനെയാണ്? ഇത് തികച്ചും സാധ്യമാണ്. മനസ്സിന് സാധിക്കാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല. അഷ്ടമഹാസിദ്ധികളും മനസ്സിൻ്റെ തലമാണ്. മനസ്സിനപ്പുറത്ത് ബ്രഹ്മം മാത്രമേ ഉള്ളൂ. ആ ബ്രഹ്മത്തിൻ്റെ ശക്തിയാണ് ഈ മനസ്സെന്ന് പറയുന്നത്. അപ്പോൾ ഈ മനസ്സിൻ്റെ തന്നെ സിദ്ധികളാണ് ഈ അഷ്ടമഹാസിദ്ധികളും. സർവത്ര യുഗപദ് വ്യവഹാരേപി, ഒരേ സമയത്ത് പല ശരീരങ്ങൾ സ്വീകരിച്ച് പല കർമ്മങ്ങളിൽ ഏർപ്പെടാനുള്ള കഴിവ് യോഗിമാർക്കുണ്ട്. നിരങ്കുശ സ്വാതന്ത്ര്യ അഭിഘാതാത്, ഈ യോഗികൾ, ജ്ഞാനികൾ എന്ന് പറഞ്ഞാൽ എന്താണ് അവരുടെ മഹത്വം? അവർക്ക് നിരങ്കുശമായ സ്വാതന്ത്ര്യമാണുള്ളത്. അങ്കുശം എന്ന് പറഞ്ഞാൽ ആനയെ പാപ്പാൻ നിയന്ത്രിക്കുന്ന തോട്ടി എന്ന് നമ്മൾ പറയത്തില്ലേ, ഇരുമ്പ് കൊണ്ടുള്ള അറ്റം വളഞ്ഞിട്ടുള്ള ഒരു ഉപകരണമാണ്. അതിലിട്ടിങ്ങനെ അതിൻ്റെ പുറത്തിട്ട് അടിക്കുകയല്ല, അതിൻ്റെ തോലിൽ ഇങ്ങനെ ഉടക്കി വലിക്കും.
കടിഞ്ഞാണല്ല, അതിൻ്റെ ത്വക്കിൽ ഇങ്ങനെ കൊളുത്തി വലിക്കും. അപ്പോൾ അതിന് വല്ലാത്ത വേദന ഉണ്ടാവും. അതുകൊണ്ടാണ് ഈ ആന പാപ്പാൻ്റെ ചൊൽപ്പടിക്ക് നിൽക്കുന്നത്. അങ്കുശം, തൊറട്ടി എന്ന് പറയും, തോട്ടി എന്ന് പറയും. അപ്പോൾ ആ അങ്കുശമില്ലാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ പൂർണ്ണ സ്വാതന്ത്ര്യം, ആരും തന്നെ നിയന്ത്രിക്കാനില്ല. അങ്ങനെയുള്ള നിരങ്കുശമായ സ്വാതന്ത്ര്യം തടസ്സപ്പെടാതെ ഇരിക്കുന്നത് കൊണ്ട്, ആരും തന്നെ ഒരു തരത്തിലും നിയന്ത്രിക്കാനില്ലാത്തത് കൊണ്ട് യോഗിമാർക്ക് എന്തു വേണമെങ്കിലും ചെയ്യാൻ പറ്റും. സർവക്രിയോപപത്തിഹി, അവർക്ക് സാധ്യമല്ലാത്തത് ഒന്നുമില്ല. ഈശ്വരതുല്യന്മാരാണ്. ഈശ്വരന് പറ്റാത്തത് എന്തെങ്കിലും ഉണ്ടോ? അതുപോലെ ഈശ്വരന് സാധ്യമാകുന്ന എല്ലാം ചെയ്യാൻ കഴിവുള്ളവരാണ് ഈ യോഗിമാർ. സർവക്രിയോപപത്തിഹി ത്യാശയേന വസിഷ്ഠ. അതുകൊണ്ട് യോഗിമാരുടെ നിലയെന്താണ്, അവരുടെ സിദ്ധികൾ എന്താണ്, അവരുടെ കഴിവുകൾ എന്താണ്, അതൊന്നും നിനക്കറിയത്തില്ല എന്ന് ആ കഴിവുകളെക്കുറിച്ചും ആ സിദ്ധികളെക്കുറിച്ചും പറയാൻ ആരംഭിക്കുകയാണ്. ഹേ രാമ, ഇഹ ജഗതി അപ്രബുദ്ധാനാം ദൃശ. അല്ലയോ രാമ, ഈ ലോകത്തിൽ അപ്രബുദ്ധന്മാർ എന്ന് പറഞ്ഞാൽ അജ്ഞാനികൾ, സാധാരണ ആളുകൾ, ലൗകികന്മാർ, അവരുടെ കാഴ്ചപ്പാടിൽ യദ്ഭൂതഭൗതികാദി സ്ഥൂലം വസ്തു അസ്തി, അവർക്ക് ഇന്ദ്രിയങ്ങളിലൂടെ കാണപ്പെടുന്നത് മാത്രമാണ് സത്യം. അല്ലാതെ ഇന്ദ്രിയത്തെ അതിക്രമിച്ചിരിക്കുന്ന ഒന്നിനെയും അവർ വിശ്വസിക്കില്ല. അങ്ങനെ ഒരു ഏർപ്പാട് അവർക്കില്ല. അങ്ങനെ അവർ കണ്ടതിനെ മാത്രം സത്യം എന്ന് കരുതി ജീവിക്കുന്നവരാണ്. അതായത് തികച്ചും സ്ഥൂലമായവ, ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഗ്രഹിക്കാൻ പറ്റുന്ന, പ്രത്യേകിച്ചും കണ്ണിലൂടെ കാണാൻ പറ്റുന്ന വസ്തുക്കളെ മാത്രമേ അവർ ഉള്ളതായിട്ട് അംഗീകരിക്കുകയുള്ളൂ. യദ്ഭൂതഭൗതികാദി സ്ഥൂലം, പാഞ്ചഭൗതികമായ വസ്തുക്കളെ മാത്രമേ, എന്ന് പറഞ്ഞാൽ സ്ഥൂല പദാർത്ഥങ്ങളെ മാത്രമേ അവർ ഉള്ളതായി അംഗീകരിക്കുകയുള്ളൂ. വസ്തു അസ്തി. അങ്ങനെയുള്ള സ്ഥൂല ദൃഷ്ടികളെ ഞങ്ങൾ അവരെക്കുറിച്ച് ഞങ്ങൾക്ക് ചിന്തയേ ഇല്ല. അവരെക്കുറിച്ച് ഞങ്ങൾക്ക് ഒന്നും പറയാനില്ല. അവർ ശിശുക്കളാണ്, ബാലന്മാരാണ്. ഉയർന്ന തലത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, മനസ്സിൻ്റെ ഉയർന്ന തലങ്ങളുണ്ട്. ആ തലങ്ങളിൽ എത്തിയവർ എന്തൊക്കെയാണ് അനുഭവിക്കുന്നത്, അവർക്ക് ഏതൊക്കെ സിദ്ധികളാണുള്ളത്, ഇതൊന്നും ഈ താഴേക്കിടയിലുള്ള ലൗകികന്മാർ അംഗീകരിക്കുകയില്ല. തേന നഹാ പ്രബുദ്ധാനം, ഞങ്ങളെപ്പോലെയുള്ളവർ പ്രബുദ്ധന്മാരാണ്, സിദ്ധപുരുഷന്മാരാണ്. ഉപപത്തി ചിന്തയാലം, ഇതെങ്ങനെ സാധ്യമാകുന്നു എന്ന് അമ്പരന്ന് നിൽക്കുന്നവർ ലൗകികന്മാരാണ്. ഞങ്ങൾക്കിതിൽ ഒരാശ്ചര്യവുമില്ല. അതായത് ഈ സിദ്ധിവിശേഷങ്ങൾ നേടിയ വ്യക്തിക്ക് ഇതിൽ യാതൊരു അത്ഭുതവും തോന്നുന്നില്ല. അതുകൊണ്ട് ഈ ലൗകികന്മാർ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഞങ്ങൾ ശ്രദ്ധിക്കുന്നേയില്ല. പ്രബുദ്ധാനാം ദൃശ യത്തു ചിന്മാത്രം മനോമാത്രം വസ്തു തത് സർവത്ര അർത്ഥക്രിയാ സമർത്ഥം യഥോപപദ്യത്തെ തഥാ കഥ്യത്തെ ശൃണു ഇത്യർത്ഥ. പ്രബുദ്ധന്മാരുടെ കാഴ്ചപ്പാടിൽ എന്ന് പറഞ്ഞാൽ യോഗിമാർ, ജ്ഞാനികൾ, സിദ്ധന്മാർ, അവരുടെ വീക്ഷണത്തിൽ എല്ലാം ചിന്മയമാണ്, ചിത്തല്ലാതെ മറ്റൊന്നുമില്ല. ആ ചിത്തിൻ്റെ ഒരു ശക്തിവിശേഷമാണ് മനസ്സ്. ആ മനസ്സിനെ വിനിയോഗിച്ച് അവർക്ക് ചെയ്യാൻ പറ്റാത്തതായി ഒന്നുമില്ല. എന്തും അവർക്ക് ഈ മനസ്സിൻ്റെ സഹായത്തോടു കൂടി സാധിക്കാൻ പറ്റും. മനോമാത്രം വസ്തുക്കളായി കാണപ്പെടുന്നത് മനസ്സാണ്. ഇത് എത്ര പേർ അംഗീകരിക്കും? നമ്മൾ ഈ പുറമേ കാണുന്ന ജഡപദാർത്ഥങ്ങളുണ്ടല്ലോ, ഇത് നമ്മുടെ മനസ്സിൻ്റെ മറ്റൊരു രൂപമാണ്, മനസ്സിൻ്റെ സങ്കല്പങ്ങളാണ്, അല്ലെങ്കിൽ മനസ്സ് കട്ടിപിടിച്ചതാണ് സ്ഥൂല ജഡങ്ങൾ. ഇതെത്ര പേർ ഉൾക്കൊള്ളും? അതുകൊണ്ട് ഇതൊന്നും സാധാരണക്കാരുടെ വിഷയമല്ല. അവർക്ക് പറഞ്ഞാലും വിശ്വാസമില്ല. അവരെ ബോധ്യപ്പെടുത്തേണ്ട കാര്യവും ഈ യോഗിമാർക്കില്ല. ഈ ചിത്ത് എന്ന് പറയുന്നത് സർവത്ര അർത്ഥക്രിയാസമർത്ഥം. ചിത്തും ചിത്തിൻ്റെ ശക്തിയായ മനസ്സും, ഈ രണ്ടിനും എന്തിനേയും സാധിക്കാൻ
അനുഭവിപ്പിക്കാനുള്ള കഴിവുണ്ട്. ഏത് വസ്തുവിനെയും അത് ഉണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ ചോദിക്കരുത്. നിങ്ങൾക്കൊന്ന് വേണം, നിങ്ങൾ ആ കാര്യം യോഗിയോട് പറഞ്ഞാൽ മതി. യോഗി ആദിത്യനാഥല്ല, ശരിക്കുള്ള യോഗി. ആ യോഗിയോട് ഇന്നിന്ന ഗുണങ്ങളുള്ള ഒരു വസ്തു എനിക്ക് വേണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒന്നും ഇല്ലല്ലോ എന്ന് അവർ പറയില്ല. നിങ്ങൾ പറഞ്ഞ സ്പെസിഫിക്കേഷനോട് കൂടിയ ആ വസ്തുവിനെ അവർ സൃഷ്ടിച്ചു തരും. നമ്മൾ ഉള്ളതിനെ വാങ്ങിക്കുകയോ കൊടുക്കുകയോ ചെയ്യുന്നവരാണ്. കടയിൽ ചെന്ന് അരി വാങ്ങിക്കുന്നു, പരിപ്പ് വാങ്ങിക്കുന്നു, മുളക് വാങ്ങിക്കുന്നു. അതൊക്കെ ആരോ എവിടെയോ നിർമ്മിച്ചതാണ്, ഉണ്ടാക്കിയതാണ്, അല്ലെങ്കിൽ കൃഷി ചെയ്തതാണ്. അതാണ് നമ്മൾ വാങ്ങിക്കുന്നത്. ഋഷിമാർ വസ്തുക്കളെ സൃഷ്ടിക്കുന്നവരാണ്. കാരണം മനസ്സിൻ്റെ ഘനീഭവിച്ച രൂപമാണ് ജഡമെന്ന് പറയുന്നത്. അതുകൊണ്ട് അവരുടെ സങ്കല്പത്തിലൂടെ, ഭാവനയിലൂടെ, ചിത്തൈകാഗ്രത്തിലൂടെ, മനസ്സിൻ്റെ ഏകാഗ്രതയിലൂടെ എന്തിനേയും സൃഷ്ടിക്കാൻ കഴിയും. അങ്ങനെയുള്ളവർക്ക് സാധിക്കാൻ പറ്റാത്തതായി ഒന്നുമില്ല. സർവത്ര അർത്ഥക്രിയാസമർത്ഥം. എവിടെയും പരാജയപ്പെടുത്ത കഴിയാത്ത ശക്തികളോടുകൂടിയവരാണ് ഈ യോഗികൾ എന്ന് പറയുന്നത്. യഥാ ഉപപദ്യത, അങ്ങനെയുള്ള അർത്ഥക്രിയാ സാമർഥ്യം, എന്തിനേയും സൃഷ്ടിക്കാനും, അതായത് ഇല്ലാത്തതിനെ ഉള്ളതാക്കി തീർക്കാനും ഉള്ളതിനെ ഇല്ലാതാക്കാനും സാധാരണക്കാർക്ക് സാധ്യമല്ലാത്ത കാര്യങ്ങളെ സാധിപ്പിക്കാനും ഒക്കെ ഈ സിദ്ധപുരുഷന്മാർക്ക് ശക്തിയുണ്ട്. അതെങ്ങനെ അവർക്ക് സാധ്യമാകുന്നു എന്നുള്ളത് ഞാൻ നിനക്ക് വിവരിച്ചു തരാം, കേട്ടോളൂ. എന്താണ് വസിഷ്ഠ മഹർഷി പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ അതിനുള്ള ടെക്നിക്കോ വിദ്യയോ ഒന്നുമല്ല. എന്തോ ഒരു മന്ത്രോപദേശം, ഇത് 1008 പ്രാവശ്യം അല്ലെങ്കിൽ 1,00,000 പ്രാവശ്യം ജപിച്ചു കഴിഞ്ഞാൽ ഈ സിദ്ധിയൊക്കെ നമുക്ക് നേടാം. ഒന്നുമല്ല. ചിത്ത് എന്താണ്, ഈ ചിത്തിലെ നിയമം എന്താണ്, അതിനെക്കുറിച്ചാണ് വസിഷ്ഠ മഹർഷി പറയാൻ പോകുന്നത്. അത് നമുക്ക് അടുത്ത ആഴ്ച വായിക്കാം.